നാഗാലാൻഡിൽ നിന്ന് മണിപ്പൂരിലേക്ക് പോകുന്ന NH റോഡാണ് ഈ കാണുന്നത്. ഒരു ചെറിയ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല മണിപ്പൂർ ബോർഡറിലേക്ക്. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയാലോ, നമ്മുടെ 7 സിസ്റ്റേഴ്സിലെ അടുത്ത സ്റ്റേറ്റായ നാഗാലാൻഡിൽ നമ്മളെത്തി. നമ്മളിപ്പോൾ ഉള്ളത് കൊഹീമയ്ക്ക് അടുത്തുള്ള കിക്വേമ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് ഇവിടെ ഡോമിറ്ററി കാര്യങ്ങളെല്ലാം എടുത്തു. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായിട്ടോ. നമ്മൾ മെയിനായിട്ട് നാഗാലാൻഡ് വന്നത് സൂപ്പ് വാലി എന്ന് പറയുന്ന ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം മൗണ്ടൻസ് ആണ് കാണുന്നത്. അവിടെ ഒരു വില്ലേജ് കാണുന്നത്, അതിൻ്റെ മുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്യാം. ഇന്നലെയൊക്കെ ഇത് ഫുള്ള് കോടയിലും മൂടി കിടക്കുമായിരുന്നു. അതുപോലെ ഈ ഭാഗത്ത് നോക്കി ഈ മലകളൊക്കെ കോടയിലും മൂടി കിടക്കുന്ന കാണാം. നമ്മൾ ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് നാഗാലാൻഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഹോൺബിൽ ഫെസ്റ്റിവൽ. അതായത് നാഗാലാൻഡിലെ എല്ലാ ട്രൈബ്സും കൂടെ ചേർന്ന് അവരുടെ ഒരു കൾച്ചർ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. എല്ലാ കൊല്ലവും ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ അത് നടക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കിസമ്മ എന്ന് പറയുന്ന മറ്റൊരു വില്ലേജിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ട്രഡീഷൻ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് നടന്നു പോകാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം ഇന്ന് വണ്ടിയോ കാര്യമൊന്നും എടുക്കുന്നില്ല. നമുക്ക് പോയിട്ട് കിസമ്മ വില്ലേജ് ഒന്ന് കാണാം. അതേ മണിപ്പൂർ ഭാഗത്തോടൊക്കെ പോകുന്ന ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബസ്സൊക്കെ കേട്ടോ കാണുന്നത്. ലോങ് ഓടുന്ന ബസ്സുകളായിരിക്കും. ഒന്നെങ്കിൽ ദിമാപൂരിൽ നിന്ന് അല്ലെങ്കിൽ കൊഹിമയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വണ്ടികളാണ്. ഫുൾ ഫോറസ്റ്റ് ആണ് ഉള്ളിലേക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമുക്ക് നാഗാലാൻഡിൻ്റെ കുറച്ച് ചരിത്രമൊക്കെ കാണാം. ഇവിടുത്തെ വീടുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ട്രഡീഷൻ കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതൊക്കെ നോർമൽ ബിൽഡിങ്ങുകളാണ്. നമ്മളിത് ഇവരുടെ ടെറസിലോട്ട് കയറി കേട്ടോ. ഇവിടെ കിക്വേമ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ഉണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ ഗൈഡ് വേണമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് വില്ലേജുകളെല്ലാം ഉള്ളിലേക്ക് കയറിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ഗൈഡിന് മിനിമം 500 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. കൊഹിമ എന്ന് പറയുന്നതൊക്കെ ആ സൈഡാണ്. കൊഹിമ ടൗണിൽ നിന്ന് നമ്മളെ ഒരു 10 കിലോമീറ്ററോട് ഉള്ളിലോട്ട് വന്നിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മല ഇങ്ങനെ കയറി ഇതിലൊരു വഴി കാണാം. ഇതിലേക്ക് ഇങ്ങനെ കയറി അങ്ങനെ പോകണം. നമുക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു വശത്തെ ക്ലൈമറ്റും അതേപോലെ അപ്പുറത്തെ താഴെ ദിമാപൂരിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ നോക്കി അവിടെ നല്ല വെയിലും ഈ ഒരു ഭാഗത്ത് ഫുള്ളും മൂടി കെട്ടി കിടക്കുക കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ രാത്രിയിലൊക്കെ. പകലും വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടത്. തണുത്ത് കഴിഞ്ഞാൽ കോടയ്ക്ക് കയറി തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ രാവിലെ നമ്മളിത് ഒരു ചായ പറഞ്ഞു. ചായൻ്റെ കൂടെ ഒരു പൊറോട്ട, 2 പീസ് പൊറോട്ടയും അതുപോലെ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇവിടെയുള്ളൊരു കിക്വേമ എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ തന്നെ ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരൊന്നും കാണിക്കാത്തത്. വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനേ ബാക്ക് സൈഡിൽ ഇതേപോലെ സ്ഥലമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറ്റിയിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മെയിൻ റോഡ്. ഇത് ഉള്ളിലേക്ക് ചെറിയൊരു റോഡ് ഇങ്ങനെ കയറി പോകുന്നത്. ഇതൊരു കോളേജിലേക്ക് പോകുന്ന റോഡാണ്. അതിൻ്റെ കവാടമൊക്കെ ആണ് കാണുന്നത്. ഈ കാണുന്നതൊക്കെ ചോളം കൃഷി കേട്ടോ. ഇവിടെ വൻതോതിൽ ചോളം കൃഷി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചോളത്തിൻ്റെ കൃഷിയുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു കോളേജ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇവിടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ സംഭവങ്ങളെല്ലാം കാണാം. അവിടെയുള്ള വീട്ടുകാർ തന്നെ അവരുടെ വീടിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ഹോസ്റ്റലാക്കി കൊടുത്തേക്ക് കേട്ടോ. ഈ സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമാണെങ്കിൽ മൊത്തം ഫില്ലാവുമായിരിക്കും. ഇവിടെ ഒരാളുടെ കല്ലറ കാണാം. നെയ്ത്തോസെലോഹോ പിയറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 2021 12 ഡിസംബർ മാസത്തിൽ മരിച്ച കേട്ടോ. ഫുള്ള് റീത്ത് കാര്യങ്ങളെല്ലാം വെച്ചേക്ക് നോക്കി. ഇഷ്ടം പോലെ ഹോം സ്റ്റേയും സംഭവങ്ങൾ, ക്യാമ്പിങ്, അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു ഭാഗത്തുണ്ട്. ദേ ഇവിടുന്ന് ജഫു റോഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് റോഡ്. ഈ ഒരു ഏരിയക്ക് ജഫു എന്നാണ് പറയുന്നത്. ഏതോ ഒരു മലയുണ്ട്, നാഗാലാൻഡിലെ 2ാമത്തെ ഉയരം കൂടിയ മലയാണ് ജഫു എന്നാണ് ആ ഒരു മലേൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഹെറിറ്റേജ് റോഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ഉള്ളിലേക്ക് ഈ റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റിലെത്തിയതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷൂറോ വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു വ്യൂ പോയിന്റിന്റെ പേര് കേട്ടോ. നെപ്തിസോബ കിക്വേമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പക്ഷേ അടഞ്ഞെടുക്കാണ് ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്. യു ലൈക്ക് ബ്യൂട്ടി ആൻഡ് എൻജോയ്, ടേക്ക് ഇറ്റ് വിത്ത് യു, ഡോണ്ട് ലീവ് ഇറ്റ് ഹിയർ, പ്ലീസ് ഡു നോട്ട് ലിറ്റർ യൂസ് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമുക്ക് നാഗാലാൻഡിൻ്റെ ഒരു കൾച്ചർ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഒറ്റ കല്ല് ഇങ്ങനെ ഉയർത്തി വെച്ചേക്കുന്നത്. ഇതിപ്പോൾ value of our rights dedicated to those who gave their best for the value of our right, dignity and freedom. അങ്കമായി യൂത്ത് ഓർഗനൈസേഷൻ്റെ എന്തോ ഒരു സെലിബ്രേഷൻ 25th ഇയർ ആയതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. വലിയൊരു സംഭവം കാണാം. നമുക്ക് കയറാൻ തോന്നുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മേലെ കയറാൻ ആൾക്കാർ ഇത് വേസ്റ്റ്, ഇതും മദ്യപാനം. നമ്മൾ അരുണാചൽ പോയപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ മദ്യപിക്കാനൊക്കെ ആൾക്കാർ വരുന്നതാണ് ഇതുപോലൊരു സ്ഥലത്ത്. ഇതിൽ ഫുള്ള് കുറേ ആൾക്കാരുടെ പേര് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ദ ലാൻഡ് ഓൺ വിച്ച് ദിസ് monolith stands is donated by the
ഇത് ഡൊണേറ്റ് ചെയ്ത ആളുടെ പേരുണ്ട്. മൊണോലിത്ത് എന്നാണ് ഈ ഒരു സംഭവത്തിന് പറയാ. പാറക്കല്ലാണ് ഇങ്ങനെ ഉയർത്തി വെച്ചേക്കാണ്, പ്രോപ്പറായിട്ട് വാർത്ത് സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം അതല്ല, ഇതിന്റെ നേരെ താഴോട്ടുള്ള വ്യൂ കണ്ടോ നിങ്ങൾ? നമ്മുടെ ഹൈറ്റിൽ മേഘങ്ങളുണ്ട്, നമുക്ക് താഴോട്ട് കറക്റ്റ് വ്യൂ കിട്ടും. കൊഹിമേന്ന് വരുന്ന റോഡ് ദേ നമുക്ക് അവിടെ കാണാം. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ദേ ഈ കാണുന്ന ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒത്തിരി ട്രഡീഷണൽ പരമായിട്ടുള്ള കുറെ ഹട്ടുകൾ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും പരിപാടി നടക്കുക. അതേ അപ്പുറത്തെ മലയിൽ ദേ ആ കാണുന്നതാണ് കൊഹിമ ടൗണ്. ദിമാപൂരൊക്കെ അങ്ങ് താഴെ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഇപ്പുറത്തോട്ട് നമുക്ക് മൊത്തം മലനിരകളാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. അതുപോലെ ദേ അവിടെയൊക്കെ ഫുള്ള് നെൽകൃഷി കാണാം. അപ്പുറത്തെ മലയിൽ ദേ വലിയൊരു വില്ലേജ് ഏരിയ കാണാം കേട്ടോ. ടൗണും വില്ലേജും എല്ലാം കൂടെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ആ ഒരു നാഗ ഹെറിറ്റേജ് വില്ലേജിലേക്ക്, അതായത് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്ന വഴിയിൽ നിന്ന് കയറുന്ന ആ ഒരു ഭാഗം. നമുക്ക് കൊഹിമേന്നൊക്കെ വരുമ്പോൾ താഴെ നിന്ന് കയറാൻ വേറെ വഴിയുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും നമുക്ക് റോഡോഡെൻഡ്രോൺ കാണാൻ പറ്റും. ഇവിടെയും എവിടെയെങ്കിലൊക്കെ റോഡോഡെൻഡ്രോൺ ഉണ്ടാവും. ഇവിടെ റോഡോഡെൻഡ്രോൺ എന്നുള്ള പേരിൽ ഒരു റിസോർട്ട് ഉണ്ട്. അത് ഇതിൻ്റെ മേലെ ആട്ടോ. അത് അവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാം. മേലേക്ക് പോയാൽ ആ ഭാഗത്താണ് കൊഹിമ ടൗണൊക്കെ വരുന്നത്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടെ പോയിട്ട് കൊഹിമ സിറ്റിൻ്റെ വ്യൂ കൂടെ കാണാം. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കെട്ടിയ ഷെഡുകളൊക്കെയാണ്, അത് അങ്ങനെ തന്നെ ഉണ്ട്, അതൊന്നും അഴിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഒരാളെ പോലും കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊന്നും ആരും തന്നെ ഇല്ല. ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ നിറച്ചും ആൾക്കാരും തിരക്കണേ. ഒരുപാട് വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രൈബ്സിൻ്റെയും അവർ അന്ന് കഴിഞ്ഞ ഡിസംബറിലുണ്ടായിരുന്ന ഫെസ്റ്റിവലിൻ്റെ ആ സമയത്ത് പണിഞ്ഞ ട്രൈബ്സ് ഷെഡുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ആ മേൽഭാഗത്ത് കാണാം. അവിടെ ആ മലേൻ്റെ മേലെ കണ്ടു നാഗ ഹെറിറ്റേജ് വില്ലേജ് എന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് പാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കിടക്കുന്ന കാറുണ്ട്, അത് UP നിന്ന് വന്നതാണ്. നമ്മളെപ്പോലെ ഈ സമയത്തും എവിടുന്നേലൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഒരേ ഒരു കട മാത്രം ആ ഫുഡ് കോർട്ടിനോടുണ്ട്, നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതാന്ന് തോന്നുന്നു മെയിൻ പാർക്കിംഗ് ഏരിയ. ഈ ഒരു ഭാഗത്ത് മൊത്തം അതുപോലത്തുള്ള മുളകളുണ്ടാക്കിയ ഷെഡിലാണ്. മേലെയും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കയറാൻ വഴിയുണ്ട്. മോറങ്സ് എന്നാന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്, ഇങ്ങനത്തെ ഷെഡുകൾക്ക് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹെറിറ്റേജ് വില്ലേജ് ട്രൈബൽ മോറങ്സ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് വിസിറ്റേഴ്സിന് കയറാൻ ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ട്. അതും മൊത്തം മുളക് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ നാഗാലാൻഡിൽ നമ്മൾ അരുണാചൽ പറഞ്ഞ പോലെ ഒരുപാട് ട്രൈബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് കച്ചേരി മൂറുങ് എന്ന് പറഞ്ഞിട്ട്, അതായത് കച്ചേരി നോന്ദ്രാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ് കാണാം. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ കച്ചേരി ട്രൈബ്സിൻ്റെയാണ്. ദിമാപൂർ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ട്രൈബ്സ് കൂടുതലായിട്ടുള്ളത്. അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രൈബിൻ്റെ ഫെസ്റ്റിവൽ ബിഷു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് നടക്കുന്നത് ജനുവരിയിലാണ്. കച്ചേരി മോറുങ് നോത്രാങ് എന്ന് പറഞ്ഞാണ്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ആ വില്ലേജിലുള്ള യൂത്ത്സിന്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബ് പോലുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ക്ലബ് ഹൗസോ അല്ലെങ്കിൽ ഒരു ഡോമെട്രി പോലുള്ള ഒരു സ്ഥലമാണ്. എല്ലാത്തിൻ്റെതും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഓരോരോ ട്രൈബ്സിൻ്റെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം. ഇതിപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു കച്ചേരി ട്രൈബ്സിൻ്റെ. അതുപോലെ ഗാറോ എന്ന് പറഞ്ഞൊരു ട്രൈബിൻ്റെ മൂറങ്ങാണ്. നമുക്ക് മേഘാലയയിലുണ്ട് ഗാറോ ട്രൈബ്, ഗാറോ ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ദിമാപൂർ തന്നെ ജില്ലയിലുള്ള ഗാറോ എന്ന് പറയുന്നൊരു ട്രൈബാണ്. ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു മോറങ്ങാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഗാറോ നൊപ്പാൻ്റെ എന്ന് പറഞ്ഞിട്ടാണ്. ഇതെന്താന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇവരുടെ ഫെസ്റ്റിവലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. കയറാനൊക്കെ നോക്കി സ്റ്റെപ്പ് നോക്കി ഒരാളുടെ കൈ അയാളുടെ ബോഡിയിൽ ഇങ്ങനെ ചവിട്ടി വേണം കയറാൻ. പക്ഷെ നമുക്ക് കയറാൻ സൈഡിൽ വേറൊരു ഏണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുങ്ഹോങ് എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ എന്തോന്നും ഇതുണ്ടല്ലേ. നമ്മൾ മറ്റേ അരുണാചൽ മ്യൂസിയത്തിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ഡ്രം, ഇതൊരു ചെണ്ടയാണ്. അതായത് വിളംബരം കാര്യങ്ങളൊക്കെ ഉള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വലിയ മരത്തടീൻ്റെ ഉള്ളിൽ ഇതേപോലെ പൊള്ളയാക്കിയിട്ട് അതിനുള്ളിൽ വരെ ആൾക്കാർ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇത് കൊട്ടുന്നത്. ഉള്ളിൽ അറിയില്ല, കൊട്ടാനുള്ള സാധനമൊക്കെ ഉണ്ട്.
ഇവിടെ ഫ്രണ്ടിൽ ആനേൻ്റെ ഷേപ്പിൽ ഇവിടെ വലിയൊരു ഡ്രം കാണാം. ഇത് കൊട്ടാനുള്ള വലിയ വടികൾ നോക്കി. ഇതിനകത്ത് ഇതേ കുറേ തരത്തിലുള്ള പല പല ഷേപ്പിലുള്ള സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് നിറച്ചു സാധനങ്ങളാണ്. കോണിയാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൈബാണ്. മോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് നാഗാലാൻഡ്, അവിടെയുള്ള ആൾക്കാരാണ്. ഇവരുടെ മോറുങ്ങിന് പാൻ എന്നാട്ടോ പറയുന്നത്. ഈ പാൻ കണ്ടോ നിങ്ങൾ? ഇവർ കൂടുതലും തടിയിൽ ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ സ്വന്തമായിട്ട് ഗണ്ണുണ്ടാക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ട് അവരുടെ ആ ഒരു ട്രൈബ് വശത്തിൽ ഒരാൾ ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാം. ഇവരുടെ പാൻ എന്ന് പറയുന്ന സംഭവമാണിത്. ഇതെനിക്ക് തോന്നുന്നു അടുക്കള ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. അടുപ്പിൻ്റെ മുകളിലായിട്ട് ഇതേ സാധനങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് പുളിയൊക്കെ ഉണക്കാൻ ഇട്ടിരുന്ന പോലത്തെ ഒരു സംഭവം അതായിരിക്കും ഇത്. എല്ലാ ട്രൈബ്സിനും ഇതേപോലത്തെ ഡ്രമ്മുണ്ട്. ഓരോന്നിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ മാറുമെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിനകത്തും ഒരുപാട് സംഭവങ്ങൾ കിടപ്പുണ്ട് പൊട്ടുന്നത്. അതുപോലെ ഇവിടെ എന്തിൻ്റെ ഒരു സ്കള്, ഒരു തലയോട്ടീൻ്റെ ഭാഗം ഇവിടെ കിടക്കുന്നതാണ്. തലയോട്ടയല്ല, ഇത് താടി എല്ലിൻ്റെ ഭാഗം. ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് ഇവിടെ അങ്കമി മോറുങ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ ഈ ഒരു കോഹിമ ഭാഗത്തുള്ളത്. ഇത് അവരുടെ കയറുന്ന തന്നെ കവാടം നോക്കി വലിയ കല്ലും കൊണ്ട് തന്നെ ഉള്ള വലിയൊരു കവാടം കാണാം. അതിൽ കുറച്ച് കൊത്തുപണി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ആ ഒരു മോറുങ് എന്ന് പറയുന്നത്, അങ്കമായി എന്ന് പറയുന്നത്. അങ്കമായി കീ എന്നാണ് തോന്നുന്നു പറയുന്നത്. ഫുള്ള് തടി തന്നെയാണ് ഇതും. കുറേ മൃഗത്തിൻ്റെ തലയോട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ വില്ലേജിൽ പോയാൽ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാം. ഇതൊക്കെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണെന്നേ ഉള്ളൂ. ഇതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, ഇതിനകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് നാഗാലാൻഡ് മൊത്തം ഇവിടെ കാണണം. എല്ലാ ട്രൈബ്സിൻ്റെ സംഭവങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടത്തെ കിസമ്മ ചാപ്പൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു പള്ളി കാണാം. അതേപോലെ ഹോൺബിൽ ഫെസ്റ്റിവൽ 2021 അവരുടെ ആ ഒരു മെയിൻ ഫ്രണ്ട് ഭാഗം ഇതാണ്. അതിൻ്റെ കഴിഞ്ഞ ഹോൺബില്ലിൻ്റെ അവശേഷിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, കോഹിമേന്ന് കയറി വരുന്നത് വേറൊരു വഴിയാണ്. ഇതാണ് മെയിൻ റോഡ്. ഇവിടെ നമുക്ക് വിൻഡോ ടു നാഗാലാൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു കവാടം കാണാം. ഇതിലെയാണ് ശരിക്കും പറഞ്ഞാൽ കയറേണ്ടത്. വണ്ടി അകത്തോട്ട് കയറാതിരിക്കാണ്ട് ഇവിടെ ഗേറ്റൊക്കെ വെച്ച് അടച്ചേക്കുകയാണ്. ഇവിടെ ഒരു മരം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ള് വേഴാമ്പലാന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് പക്ഷികൾ ഇരിക്കുന്ന ഒരു സംഭവം. നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലം കാണാം. അവിടെ ഒരു സ്റ്റേജ് സംഭവമുണ്ട്. ഓരോ ട്രൈബ്സും അവരുടെ ട്രഡീഷണൽ ഡാൻസ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും കേട്ടോ. വ്യത്യസ്തമായ ഒരുപാട് ട്രൈബ്സ് ഉള്ള ഒരു സ്ഥലമാണ് നാഗാലാൻഡ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ അതുകൊണ്ടാണ് അത്രയും ഫേമസ്. ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഒരിക്കലെങ്കിലും അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇവിടെ വരുന്ന ട്രൈബ്സ് എല്ലാം അവരുടെ ട്രൈബ്സിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആയിരിക്കും. അത് വെച്ചിട്ട് അവരുടെ കൾച്ചറൽ പരിപാടികൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ശരിക്കും ഹോൺബിൽ ഫെസ്റ്റിവലിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാഗാലാൻഡ് മൊത്തം കണ്ട പോലെ തന്നെ എല്ലാ ട്രൈബ്സിൻ്റെ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിന് ഞാനും വരും. നമുക്കത് വന്ന് എന്തായാലും കാണണം. അതുപോലെ ഈ കയറുന്ന ഭാഗത്ത് വേറൊരു സംഭവം ഉണ്ട്. നിങ്ങൾ ഈ നിൽക്കുന്നത് റോഡോഡെൻഡ്രോൺ ചെടിയാണ്. ഇത് വെച്ചേക്കുന്ന നോക്കിയാൽ സാപ്ലിംഗ് ടേക്കൺ ഫ്രം ദ ടാളസ്റ്റ് റോഡോഡെൻഡ്രോൺ. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഇതിനൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് 1993. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡോഡെൻഡ്രോന്റെ ഒരു തൈയാണ് ഈ നിൽക്കുന്നത്. അതിൽ നിന്ന് എടുത്ത ഒരു തൈയാണ്. ഇതിനകത്തുള്ള സംഭവങ്ങളുടെ ഒരു മാപ്പും കൂടെ പോകേണ്ട വഴി കാര്യങ്ങൾ ഓരോ ട്രൈബ്സിന്റെ സംഭവങ്ങൾ കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു മാപ്പ് കൂടെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ട്. ഇവിടുത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ മെമ്മോറിയൽ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് കാണുന്ന സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം ആണ്. ആർമി അന്ന് ഉപയോഗിച്ചിരുന്ന ജീപ്പുകൾ കാര്യങ്ങളെല്ലാം അതിനകത്ത് കിടക്കുന്നതാണ്. പക്ഷേ ഇത് അടഞ്ഞു കിടക്കാൻ തോന്നുന്നുണ്ട്, ഓപ്പൺ അല്ല തോന്നുന്നു. വെയിൽ വന്നാൽ പിന്നെ ഒടുക്കത്തെ ചൂടാട്ടോ. ഞാനിപ്പോൾ ജാക്കറ്റ് പോയിട്ട് വരും. എന്തായാലും തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നാഗാലാൻഡിൽ എപ്പോൾ വന്നാലും ഈ ഒരു സംഭവം ഏത് കൊല്ലമാണെങ്കിലും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ വലിയ റൈഡൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം ഇന്ന് നമ്മൾ റൂമിലിരുന്ന് തീർക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നടക്കാനുള്ള ദൂരെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടതാണ്. അപ്പോൾ നാളെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ നാഗാലാൻഡിലെ ഉത്തരാഖണ്ഡിലെ വാലി ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു വാലി ട്രക്കിംഗ് ആണ് തോക്കു വാലി എന്ന് പറയുന്നത്. അത് നമ്മൾ നാളെ ട്രക്ക് ചെയ്യും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴെങ്കിലുമൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കടയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു ഹോട്ടലുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്തായാലും തോക്കു വാലിയിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.